ലൈക്ക് ഇതിന്റെ ഇൻസെറ്റിന്റെ ഒക്കെ അവസാനമായപ്പോഴേക്കും ഞാൻ ഇതെന്തായാലും കിട്ടൂലെന്ന് വെച്ച് ഒഴിവാക്കിയതാണ്. ഇനി നീറ്റ് എന്നുള്ളൊരു പ്ലാൻ അത് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ലൈക്ക് ആ സമയത്ത് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാച്ച് ഓൺ ഗോയിങ് ആണ്. ഞാൻ ജൂലൈയിലൊക്കെ ആയിട്ടാണ് അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. മറ്റേത് എനിക്ക് പോസ് ചെയ്യാൻ പറ്റുമ്പോൾ പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായി കഴിഞ്ഞാൽ എത്ര നീളം എന്നുള്ളത് അറിയില്ലല്ലോ. മെഡിസിൻ ക്ലാസ് തമീം സാർ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതൊക്കെ എനിക്ക് ഇനി പഠിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ഞാൻ പട്ടിയെ ചൂസ് ചെയ്യാൻ മെയിൻ കാര്യം അതാണ്. എനിക്ക് അനാട്ടമി പേടിയായിരുന്നു. ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതൊരു അത്രയും ഇതായിട്ടാണ്. അപ്പം ഷുനി സാറിന്റെ ക്ലാസ് ഭയങ്കര ഇതാണെന്ന് ഓൾറെഡി അറിയാം. ആർമൊക്കെ ഒരു പേടിയൊന്നും അല്ലാണ്ടായി മാറിയത് സാറിന്റെ ഒരു ക്ലാസ്സും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അനാട്ടമിയും ഫാർമൊക്കെ ഭയങ്കരമായിട്ട് ഡിസെക്ട് ചെയ്ത് കയ്യിലേക്ക് തന്നു. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്? അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് നീറ്റ് PG പ്രിപ്പറേഷൻ ഇരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഹായ് ഓൾ, നമ്മുടെ കൂടെ ഉള്ള നവനീതയാണ്. ഓൾ ഇന്ത്യ റാങ്ക് 4 വാങ്ങിച്ചിട്ടുണ്ട്. INECET റാങ്ക് 4 വാങ്ങിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അതേപോലെ തന്നെ ഭാട്ടിയ കാലിക്കറ്റിന് ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ് ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് എത്തിക്കുക എന്നുള്ളത്. ആൻഡ് താങ്ക് യു നവനീത ഫോർ ബ്രിങ്ങിങ് സച്ച് എ ഗുഡ് റാങ്ക് ടു ഭാട്ടിയ കാലിക്കറ്റ്. താങ്ക് യു. ഫൈനലി ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഡ്രീം സ്വപ്നം കണ്ടിരുന്നു? ഒരു വൈൽഡസ്റ്റ് ഡ്രീം, അല്ലെങ്കിൽ എപ്പോഴും റാങ്ക് പോയി നല്ല ഡൗൺ ആയിരിക്കുമ്പോൾ യെസ് എനിക്കൊരു റാങ്ക് 1 വാങ്ങിക്കാൻ, അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് റാങ്ക് വാങ്ങിക്കാനുള്ളതാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. സ്വന്തം പറയാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു വിശ്വസിക്കുന്ന ലെവലിലേക്ക് ഒരിക്കലും ഡ്രീം ചെയ്തിട്ടില്ല എന്നുള്ളത് അല്ലേ. സോ എനിവേ ഹൗ ഡൽഹി എയിംസിലേക്ക് ഒരു PG കയറാൻ പോകുന്ന ഒരു പേഴ്സൺ ആണ്. ഈ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ആദ്യം ഡൽഹി എയിംസിൽ തന്നെ PG പഠിക്കണം അല്ലെങ്കിൽ PG കയറണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടായിരുന്നു? PGക്ക് അങ്ങനെ ഒരു ഡ്രീം ഒരു പോയിന്റിലും ഉണ്ടായിട്ടില്ല. ഞാൻ UG ഒരുപാട് ആഗ്രഹിച്ച ഒരു ഇതായിരുന്നു പോകണമെന്നില്ല. അന്നത്തെ ഒരു ഡ്രീമാണ്. റാങ്ക് ഉണ്ടായിരുന്നു 200. ഓക്കെ, നീറ്റ് UG സമയത്ത് നല്ലൊരു റാങ്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കേരള റാങ്ക് ഐ തിങ്ക് 2 ഡിജിറ്റ് 20 സംതിങ് ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. സോ അന്നൊരു എയിംസ് എക്സ്പെക്ട് ചെയ്ത പേഴ്സൺ ആയിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഹാർഡ്ലി ഫീലിംഗ് ഉണ്ടാവില്ല കയറണം എന്നുള്ളത്. അച്ഛൻ പറഞ്ഞിരുന്നു കൗൺസിലിങ്ങിനൊക്കെ പോയിരുന്നു എയിംസിൽ. സോ അന്ന് കയറാൻ പറ്റില്ല. ഇനി ഹൗ PGക്ക് എയിംസിൽ പഠിക്കാൻ പറ്റുന്നുള്ളത്. ഏത് സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യും? മെഡിസിൻ ആണ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും സ്പെഷ്യാലിറ്റിക്ക് പോകും. അത് കണ്ടിട്ടുണ്ടോ എന്ത് കയറണം എന്നുള്ളത്? ഇല്ല, ഇന്റർവ്യൂവിൽ പറയുന്ന ചമ്മലൊന്നും വേണ്ട. ന്യൂറോ, നെഫ്രോ, കാർഡിയോ അറിയില്ല. സോ മെഡിസിൻ 3 വർഷം പഠിക്കുമ്പോൾ ഒരു ഐഡിയ വരും എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 61st ബാച്ച് ആയിരുന്നു. 2017 ബാച്ച് ആയിരുന്നു. സോ സ്വന്തമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു പഠനം, എങ്ങനെ പോയിരുന്നു? നിങ്ങൾ എടുത്തുനിന്ന് കേൾക്കാൻ വേണ്ടി, അതായത് ഭാവിയിൽ പ്രിപ്പറേഷൻ വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. സോ അവരോട് എന്ത് പറയാം? ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് പ്രോപ്പറായിട്ട്. അപ്പം അതായത് ജൂലൈ എൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കാലിക്കറ്റ് ഭാട്ടിയിൽ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്തു. അപ്പം തൊട്ട് ക്ലാസ്സിന് വരും. നിങ്ങളാണ് കാലിക്കറ്റ് ഭാട്ടിയിൽ ഫേസ് ടു ഫേസിലെ ഫസ്റ്റ് ബാച്ച്. എങ്ങനെ അവിടെ ജോയിൻ ചെയ്യാൻ, എങ്ങനെ ഫേസ് ടു ഫേസ് ജോയിൻ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എങ്ങനെ വന്നു? ഞാൻ ലൈക്ക് ആ സമയത്ത് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാച്ച് ഓൺ ഗോയിങ് ആണ്. ഞാൻ ജൂലൈയിലൊക്കെ ആയിട്ടാണ് അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ലൈക്ക് പരിചയമുള്ള ആളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നെ പറ്റി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ട്. അതായത് ഞാൻ പോയിരിക്കണം, ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെ നടക്കുമ്പോഴായിരിക്കും മോർ ദാൻ മൊബൈലോ ലൈവ് ആയിട്ട് സാറ്റലൈറ്റ് ക്ലാസ് കാണുന്നതിനേക്കാളും ഫാക്കൽറ്റീസിന്റെ അടുത്ത് പോയിട്ട് അവിടെ തന്നെ ഇരുന്ന് ക്ലാസ് കാണുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നി. അതായത് ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. മറ്റേത് എനിക്ക് പോസ് ചെയ്യാൻ പറ്റുമ്പോൾ പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായി കഴിഞ്ഞാൽ എത്ര നീളം എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ ഒരു ആ പ്രോസസ്സ് അങ്ങനെ ഇരിക്കണം. എന്താണ് ഫേസ് ടു ഫേസ് ക്ലാസ്സിന് എന്താ പറയാനുള്ളത്? ആരുടെയും ക്ലാസ്സിലെ ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് ഒക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നിയ ഏതെങ്കിലും കാര്യങ്ങൾ? മീൻസ് വന്നു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു മൂഡിലേക്ക് ആവും. അതായത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തൊട്ട് തന്നെ. മറ്റേത് അതിലെത്താൻ ഒരു സമയം ചിലപ്പോൾ എടുക്കില്ലേ. ഇത് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകുന്നു. നമ്മള് ഫാക്കൽറ്റി അതിന്റെ സീരിയസ്നെസ്സിൽ കൂടെയുള്ളവരും അതേ സീരിയസ്നെസ്സിൽ അത് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് വരില്ല, അല്ലെങ്കിൽ ആക്ച്വലി എങ്ങനെയാണ് അത് മാനേജ് ചെയ്തിരുന്നത്? ചില സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് അവസാനം ആകുമ്പോഴേക്കും തോന്നും. അത് നടക്കും. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ
ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ നിർത്തി പോവാലോ. ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തടത്തോളം നമ്മൾ അവിടെ ഇരുന്ന് ഫുൾ കാണും. ഓക്കെ, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അറിയണമെന്നുണ്ട്. കാരണം ഓൾ ഇന്ത്യ റാങ്ക് 4 വാങ്ങിച്ച ആള് എങ്ങനെ എത്രത്തോളം UG ടൈമിൽ പഠിച്ചിരുന്നു എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടൈമിലൊരു നോർമൽ, അല്ലാണ്ട് ടോപ്പർ ഒന്നും ആയിരുന്നില്ല. ഒരു വർഷം അമ്മ നല്ല പറയുന്ന പോലെ മാർക്ക്. അമ്മേന്റെ സ്മാർട്ട് കിട്ടും. അമ്മനെ പണ്ട് സ്കൂളിൽ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഇത്ര പ്രൗഡായിട്ട് പാരന്റ് പറയുന്നത്. അത് ഞാൻ അന്ന് തന്നെ മെസ്സേജ് അയക്കാൻ കാരണം. പ്രൗഡായിട്ട് പാരന്റ് പറഞ്ഞു അവള് നന്നായി പഠിക്കും, ഉഷാറായി നോക്കുന്നതാണ്. അവർക്ക് തോന്നി നന്നായി ഒന്ന് നോക്കിയേക്കാം, ഒന്ന് പുഷ് ചെയ്തേക്കാം. അപ്പോഴാണ് ഞാൻ മെസ്സേജ് അയച്ചിരുന്നത്. അതേപോലെ അന്ന് നന്നായിട്ട് സ്കൂളിൽ ടോപ്പറൊക്കെ ആയിട്ട് വന്ന ആളാണ്. ആസ് യൂഷ്വൽ MBBS ലൈഫിൽ എങ്ങനെയായിരുന്നു പോയിരുന്നത്? ലൈഫില് നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ പഠനം എങ്ങനെ ഉണ്ടായിരുന്നു? പഠനം എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചു. യൂണിവേഴ്സിറ്റി പെർസെന്റേജ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ 70-71. ക്ലാസ്സിലെ ബാച്ചിൽ എത്ര സ്ഥാനം? ബാച്ച് ടോപ്പർ ഒരു തവണ നല്ല മാർക്ക്, മീൻസ് തേർഡ് ഇയർ എങ്ങാനും ഒരു തേർഡ് വന്നിട്ട്, ബാക്കിയെല്ലാം ഒരു 30-25 ആ ഒരു റേഞ്ച്. ബാച്ചിൽ ഒരു അവറേജ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരുന്നു. ഏകദേശം അങ്ങനെ. ടോപ്പർ ഒന്നും അല്ല എപ്പോഴും. അത് കഴിഞ്ഞ ഇന്റേൺഷിപ്പ് സമയത്ത് എങ്ങനെയായിരുന്നു? ഇന്റേൺഷിപ്പ് എനിക്ക് ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. അതായത് PG എടുക്കണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമായിരുന്നു. അതിൽ ഡൗട്ട് ഒന്നും അത്ര ഇല്ല. പക്ഷെ ഇന്റേൺഷിപ്പിൽ ഞാൻ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്, പക്ഷെ ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു. വളരെ കുറച്ച്, അതായത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് MCQ ചെയ്യാം. ആ സമയത്തൊന്നും തീരെ പറ്റിയിട്ടില്ല. പിന്നെ ഹെക്ടിക് അല്ലാത്ത സമയത്തും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇന്റേൺഷിപ്പ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞ ജൂലൈ മുതലാണ് പഠനം സ്റ്റാർട്ട് ചെയ്തത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എല്ലാവരും പോകുന്ന പോലെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്നോ? ഇല്ല, ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. കോൺവെക്കേഷനും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം തിരിച്ചു വന്നു. അങ്ങനെ ഒരു 1-2 ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം എനിക്ക് നല്ല ടെൻഷൻ കൂടുതലുണ്ടായിരുന്നു. സമയമില്ല, അങ്ങനെ ഒരു ഇതിലായിരുന്നു. ജാനുവരി വരെ വരുമെന്നൊരു പേടിയുള്ള ഒരു സമയത്തായിരുന്നു. ക്ലാസ് ഒക്കെ എല്ലാ ദിവസവും കണ്ടു തീർക്കുമ്പോൾ ഇങ്ങനെ പാക്ക് ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ? അങ്ങനെ പോയിട്ടിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ക്ലാസ് പറയുകയാണെങ്കിൽ എക്സൈറ്റിംഗ് മെഡിസിൻ ക്ലാസ്. തമീം സാർ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതൊക്കെ എനിക്ക് ഇനിയും പഠിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ഏതാണ് ന്യൂറോയോ കാർഡിയോ? സാറ് ന്യൂറോ, നെഫ്രോളജി, പിന്നെ കാർഡിയോ സാറ്. അതിന്റെ കോർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റിയലി ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ആക്ച്വലി ക്ലിനിക്കലി ഓറിയന്റഡ് ആയിട്ടാണ് സാറിന്റെ ക്ലാസ് പോകുന്നത്. കുറച്ചുകൂടി ഭയങ്കര പിന്നെ എടുത്ത് പറയാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പാർട്ടിയെ ചൂസ് ചെയ്യാൻ മെയിൻ കാര്യം അതാണ്. എനിക്ക് അനാട്ടമി പേടിയായിരുന്നു. ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതൊരു അത്രയും ഇതായിട്ടാണ്. അപ്പം ഷുനി സാറിന്റെ ക്ലാസ് ഭയങ്കര ഇതാണെന്ന് ഓൾറെഡി അറിയാം. അപ്പം അതൊന്ന് കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഫിഡൻസ് വരുമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ട ഒരു ക്ലാസ് ആണ്. ബാക്കി എല്ലാ ക്ലാസ്സും അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാ ക്ലാസ്സും അശ്വിനി സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാട്ടമി നമുക്ക് എന്ത് ചെയ്യാ ഡിസെക്ട് ചെയ്ത് കൈ തന്നതുപോലെ ഉണ്ടായിരിക്കും അല്ലേ? ഭയങ്കര ഒരു കാമിങ് എഫക്റ്റ് ആണ് വലിയൊരു സാധനത്തിന്. പിന്നെ എല്ലാം പ്രവീൺ സാറിന്റെ ക്ലാസ്, മൈക്രോ ഭയങ്കര സിമ്പിളായി തന്നു. മൈക്രോ കഴിഞ്ഞപ്പോഴാണ് എല്ലാരും എന്തൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇറക്കിയിരുന്നത്. മൈക്രോ മൊത്തം ഒരു മൈൻഡ് പ്ലാൻ ആക്കി കയ്യിൽ തന്നു നസീർ സാറിന്റെ. അങ്ങനത്തെ നമുക്ക് ഫാർമക്ക് എനിക്ക് ഭയങ്കര സൗരഭ് സർ ഫാർമക്ക് ശരിക്കും, അതായത് ഫാർമക്ക് ഒരു പേടിയൊന്നും അല്ലാണ്ടായി മാറിയത് സാറിന്റെ ഒരു ക്ലാസ്സും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അനാട്ടമിയും ഫാർമൊക്കെ ഭയങ്കരമായിട്ട് ഡിസെക്ട് ചെയ്ത് കയ്യിലേക്ക് തന്നു. ഭയങ്കര അനാട്ടമിയും മെഡിസിൻ ഒക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് മാറി. മെഡിസിനും പാത്തോളജി അല്ലേ? പ്രവീൺ സാറിന്റെ പാത്തോ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പാത്തോ അത്ര സിമ്പിൾ ആണെന്ന് ഇപ്പൊ അപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ വേറെന്താ ക്ലാസ് റിലേറ്റഡ് ആയിട്ട് പഠനം റിലേറ്റഡ് ആയിട്ട് എടുത്ത് പറയാൻ തോന്നിയ ചില കാര്യങ്ങൾ? ആ സമയത്തെ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു പ്രോസസ്സ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ക്ലാസ് കഴിയുമ്പോൾ അന്ന് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന ബ്രേക്കിൽ ആ സബ്ജക്ട് തീർക്കുക, അതിന്റെ മുന്നത്തെ സബ്ജക്ട് തീർക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയിലൊക്കെ തന്നെ. ഗ്യാപ്പ് വരുന്നതാണോ? ഗ്യാപ്പ് വരുന്നത് എനിക്ക് കുറച്ച് ഇഷ്ടമായിരുന്നു. അപ്പൊ കുറച്ചുകൂടി ഒരു അടുത്ത് എത്തുമ്പോഴേക്കും നമ്മൾ മുന്നേ ഉള്ളതൊക്കെ ഒന്ന് സെറ്റ് ആയി. സെൽഫ് ആയിട്ട് സബ്ജക്ട് പഠിക്കാൻ ലാഗ് വന്നിട്ടുണ്ടായിരുന്നു.
ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾ രണ്ട് രൂപത്തിലുണ്ടായിരുന്നു അല്ലേ? അതായത് എല്ലാ സബ്ജക്റ്റും പെട്ടെന്ന് തീർത്ത് ഫുള്ള് കഴിയാനും വേണ്ടി നിന്ന ആളുകളുണ്ടായിരുന്നു, ഇടയിൽ ഗ്യാപ്പ് വേണമെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റിലേക്കൊക്കെ തീരണല്ലോ എന്ന് എല്ലാരും പറയും, അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ആ ഗ്യാപ്പ് ഉള്ളതാണ് മുന്നത്തെ സാധനങ്ങൾ. മറ്റേത് നമ്മൾ തീർന്നു കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അത് തൊടുമ്പോഴേക്കും അതൊരു പേടിയാവുന്ന ഒരു രൂപത്തിലെത്തുമല്ലോ. ഇടയിൽ നോക്കി കഴിഞ്ഞാൽ അത്രയും പ്രശ്നം അവസാനത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം. എക്സാംസ് GT സ്റ്റാർട്ടിങ്ങിലോട്ട് തന്നെ കൊടുക്കായിരുന്നു. പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ GT കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ഓറിയന്റേഷൻ എവിടെ നിന്ന് കിട്ടി? സാധാരണ നമ്മളിപ്പം പറയാനുള്ള ആ ഓറിയന്റേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റിംഗ് ഒക്കെ എപ്പോഴും കണ്ടക്ട് ചെയ്യാറ്. മീറ്റിംഗ് ഫുൾ ജോയിൻ ചെയ്യലുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് സീനിയേഴ്സ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. അങ്ങനെ സീനിയേഴ്സ് നല്ല ഓറിയന്റേഷൻസ് കിട്ടിയിട്ടുണ്ട്. കുറെ പേര്. പിന്നെ അതപ്പം പിന്നെ എനിക്ക് എക്സാം എഴുതാൻ അത്ര പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ എക്സാം എഴുതി റാങ്ക് ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് കാണാനൊരു ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മൾ മൂവ് ചെയ്യുന്നത് മനസ്സിലാവുമല്ലോ. അല്ല, തുടക്കത്തിലെ റാങ്ക് നല്ലതൊന്നുമല്ല, പക്ഷെ അന്നത്തത് വെച്ചിട്ട് എനിക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു എന്ത് കിട്ടുമ്പോഴും. ആ സമയത്തുള്ളത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു? ലൈക്ക് ഇനീഷ്യലി 100 അല്ലേ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എക്സാമിന് ഇപ്പം ഒരു 1 മന്ത് മുന്നേ ഒക്കെ പറയുകയാണെങ്കിൽ 300 ക്വസ്റ്റ്യൻസ് പെർ ഡേ പ്രാക്ടീസ് ചെയ്യും. എത്ര അവേഴ്സ് ഇരിക്കും പഠിക്കാൻ? അതാണ് കുറച്ച് ട്രൈ ചെയ്യാറുണ്ട്. 10 to 12 hours ഒക്കെ അറ്റൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി തന്നെ 10 to 12 സ്കീപ്പ് ചെയ്യാന്നുള്ളത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്കോ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസിന് പോവാറുണ്ടായിരുന്നോ? ഇല്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും വേറൊരു ആക്ടിവിറ്റിയിലും ഡിസ്ട്രാക്ഷൻസിലേക്ക് ഒന്നും മൂവ് ചെയ്യാറുണ്ടായില്ല അല്ലേ? ഫോണൊക്കെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു. കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്മൾ ഡൗൺ ആവുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റാറ്റസ് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയിട്ടുണ്ട്. എന്നാലും മാക്സിമം ഇതിന് മാത്രമായിട്ട്. പ്രിപ്പറേഷൻ സമയത്ത് ഇപ്പം എന്നെ പേഴ്സണലി നന്നായി ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്, ചിലപ്പോൾ പാരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മോർ ദാൻ ക്ലാസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് അല്ലാണ്ട് എനിക്ക് അതൊരു ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യം? അതായത് ഇങ്ങനെ ചെയ്താലൊരു റിസൾട്ട് വരും, കുഴപ്പമില്ല ഇങ്ങനെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഡൗൺ ആവുന്ന ആളാണ്. അപ്പൊ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ അടുത്തൊരു പുഷ് കൊടുക്കാനുള്ള ഇത് ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട്. ഫാമിലി നല്ല സപ്പോർട്ടിങ്. ക്ലാസ്സിനൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെ വരലെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു MBBS കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഡോക്ടറിന് ഇത്രയും നല്ല ഒരു സ്റ്റുഡൻറ്റ്, ചെറിയ കുട്ടിയെ പോലെ കൊണ്ടു നടക്കാൻ പാരൻസ് കൂടെ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അല്ലേ? അമ്മയാണ്. ഇത് പറഞ്ഞ പോലെ ഡൗൺ ആവുമ്പോൾ നമ്മൾ പോയി അമ്മേൻ്റെ അടുത്തുള്ള പ്രശ്നം വെച്ചാൽ അവർക്കിത് മനസ്സിലാവുന്നില്ല, നമുക്കറിയാം ഇതിന്റെ ഇന്റൻസിറ്റി. എന്നാലും കുഴപ്പമില്ല, ശരിയാവും എന്ന് പറയുമ്പോൾ എടുക്കുന്ന ഒരു ഇതില്ലേ. ഒരുപാട് സത്യമായിട്ടും പറയാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറയേണ്ടതാണ്. എസ്പെഷ്യലി അവസാനത്തേക്കൊക്കെ. എനിക്കൊരു ഗ്രാൻഡ് ഫാദർ മരിച്ചിരുന്നു എക്സാം അടുപ്പിച്ചിട്ടുള്ള ആ ഒരു ഫേസിൽ, സമയത്തായിട്ട്. അപ്പൊ ഞാൻ പിന്നെയും കുറച്ചും കൂടി തളർന്നു ലാസ്റ്റിലേക്ക്. അപ്പം ആ ഒരു ഫേസിൽ അവളുണ്ടായിരുന്നു കൂടെ, അവളാണ്, അമ്മയൊന്നും ഇല്ല. അപ്പം സമയത്തൊക്കെ അങ്ങനെ എന്റെ ചേച്ചിയായിട്ട് നിന്നിട്ടുണ്ട്. എന്നെ ഒന്നും അറിയിക്കാണ്ട് ഒരു ബുദ്ധിമുട്ടിൽ കൂടെ സപ്പോർട്ടിങ്ങിന് കൂടുതൽ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ വെറുതെ പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് അല്ലെ? +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെന്താ ഇനി അടുത്ത അവളെ ഒരു നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വിടുമോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ഫീൽഡിലേക്ക് ചെയ്യോ? നമ്മളൊന്നും പറയുന്നില്ല, അവളെ തീരുമാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് തോന്നിയ ഒരു കാര്യം എന്തെങ്കിലും ഓർത്തെടുത്ത് പറയാനുണ്ടോ? ഞാൻ ഇത് ചെയ്തത് എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയി എന്ന് പറയാൻ തോന്നിയ കാര്യം? നേരത്തെ തന്നെ എക്സാം എഴുതുന്നത്, GT സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുന്നുണ്ടായിരുന്നു പെട്ടെന്ന്. ഇൻവിറ്റേഷൻ ചോദിക്കട്ടെ, GT എത്ര സ്കോർ ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത്? 109. ഫസ്റ്റ് GTന്റെ സ്കോർ ഒക്കെ ഓർമ്മയുണ്ട്. കുഴപ്പമില്ലാത്ത സ്കോറാണ് അല്ലേ? ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവന്നു. GTയിലൊക്കെ ലാസ്റ്റ് എത്ര സ്കോർ വാങ്ങിച്ചിട്ടുണ്ട്? 168 ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സ്കോർ ഒക്കെ. ഓക്കെ, അപ്പോൾ തുടക്കം മുതലേ എക്സാം എഴുതാൻ കാണിച്ചു എന്നുള്ള ആ ഒരു കാര്യം ഭയങ്കര ഒരു മുന്നോട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു ഒന്ന് ചോദിക്കുക, അതായത് ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
കുറച്ച് സെൽഫ് ഡൗട്ട് കുറച്ച് കൂടുതലായിരുന്നു എല്ലാ self doubt സ്റ്റേജിലും. ഇങ്ങനെ ശരിയാണോ അൺഅവോയ്ഡബിൾ ആണ് ഇപ്പോഴും എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഡൗട്ട്. അല്ല, അതിപ്പോഴും ഉണ്ടായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞിട്ട്. ഈ സെൽഫ് ഡൗട്ട് അതിന്റെ ഒരു എത്രത്തോളം ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഭീകരാവസ്ഥ പറയുകയാണെങ്കിൽ? എനിക്കറിയില്ല, ഞാൻ ലൈക്ക് ഇതിന്റെ ഇൻസെറ്റിന്റെ ഒക്കെ അവസാനമായപ്പോഴേക്കും ഞാൻ ഇതെന്തായാലും കിട്ടൂലെന്ന് വെച്ച് ഒഴിവാക്കിയതാണ്. ഇനി നീറ്റ് എന്നുള്ളൊരു പ്ലാൻ ഈ എക്സാമിന്റെ ലാസ്റ്റ് തന്നെ പണ്ട് ആഗ്രഹിച്ചിരുന്ന എയിംസ് തന്നെ മൈൻഡിലുണ്ടായിരുന്നു. ഇനിയിപ്പോ നോക്കണ്ട, അത് പോയി പോയത് ഞാൻ ശരിക്കും വിചാരിച്ചോണ്ടിരുന്നു. കാരണം ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ സെൽഫ് ഡൗട്ട് വരും എന്നുള്ളത് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പൊ നിങ്ങളെ ബാച്ച്മേറ്റോ ജൂനിയേഴ്സോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതൊരു അൺയൂഷ്വൽ തിങ് അല്ല. ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് വരും ബിഫോർ ഗെറ്റിംഗ് എ റാങ്ക്. പിന്നെ ഞാൻ ഡൗൺ ആകുമ്പോ ലൈക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആയതിന് പുറത്ത് ഞാൻ കൂടുതൽ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പിൽ എത്തിപ്പെടുമായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ എഫേർട്ട് എടുത്ത് വേണം പുറത്തെത്താൻ. നമ്മൾ മീറ്റിംഗിന്റെ ഇടയ്ക്ക് പറയാറുണ്ട് എന്ത് തിങ്കിങ് ഓഫ് വേസ്റ്റ് മോർ ടൈം. ഞാൻ ഭയങ്കര റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ +2 മേറ്റ് പറഞ്ഞു തന്ന ഒരു വേർഡാണ്. അപ്പൊ അന്ന് മുതലേ ഉപയോഗിച്ചത് ഈ എന്താ പറയാ, നമ്മൾ നഷ്ടപ്പെട്ട സമയം ആലോചിച്ചിരുന്ന പിന്നെ കുറേ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ആ ലൂപ്പിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ ഈ റാങ്ക് കിട്ടി കഴിഞ്ഞിട്ട് എന്താണ് ആദ്യം തോന്നിയ, ഈ 4th റാങ്ക് കിട്ടി എന്താണ് ആദ്യം തോന്നിയ കാര്യം? ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ഒരുമിച്ച് വരാൻ തന്നെ കുറച്ച് സമയം എടുത്തു. അമ്മയച്ഛനെന്ത് പറഞ്ഞു? അമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡാ. അനിയത്തിയാണ് റാങ്ക് കണ്ടിട്ട് കരഞ്ഞത്. അനിയത്തിന്റെ സ്പെഷ്യൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയത്തി കുറച്ച് നന്നായി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ചേച്ചി നന്നായി പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ ക്ലാസ് റൂമിൽ വന്നാണ് പഠിച്ചത്, ചുറ്റുപാടും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു നല്ല ഇൻസിഡൻസ് ഓർത്തെടുക്കാം, എപ്പോഴും ഓർത്ത് നിൽക്കുന്ന എന്തെങ്കിലും നല്ല ഇൻസിഡൻസ്? ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഭയങ്കര നല്ലതായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ട്, അതായത് അപ്പം ലൈക്ക് എപ്പോഴും കുഴപ്പമില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാള് കൂടെ ഉണ്ടായി, അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടായി. അതല്ലാണ്ട് നമ്മൾ ചില സമയത്ത് നമുക്കൊന്ന് ഉറക്കം വന്ന് ഡൗൺ ആവും, അപ്പൊ ഒരാൾ വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അടുത്ത ആളുമായിട്ട് ക്ലാരിഫൈ ചെയ്ത് അത് അവിടെ വെച്ച് സോൾവ് ആവും. പിന്നെ നമ്മൾ ഒരു 10 to 12 hours ഇരിക്കുമ്പോൾ അത്രയും ഹെക്റ്റിക് ആവാണ്ട് തോന്നിയത് കൂടെ ആളുള്ളതുകൊണ്ടാണ്. ആ ഒരു പ്രോസസ് ബാച്ച്മേറ്റ്സ് തന്നെ ഉണ്ടായിരുന്നു, കുറെ പേര്. നീതു, ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെ ബാച്ച്. നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത ആളുകളുണ്ടായിരുന്നു, പഠിക്കാനുണ്ടാവും, സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. എവിടെ ഏത് ഈ ഫേസ് ടു ഫേസ് ഫസ്റ്റത്തെ റോലൊക്കെ ആദ്യം ബുക്ക് ഇട്ട് ആളുകൾ പിടിച്ചു വെക്കുന്നതോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ബാക്കിലേക്ക് ഫസ്റ്റ് റോ സ്ഥിരമായിട്ട് ബുക്ക് ചെയ്ത് ഫില്ലായി പോകുന്നുള്ളത്. പിന്നെ നമ്മൾ റൂള് മാറ്റി, ആദ്യം തന്നെ പ്രീ ബുക്കിംഗ് പാടില്ല എന്നുള്ളത് അല്ലേ. ഏത് റോല ഇരുന്ന് പഠിക്കുന്നു? അത് എത്തുന്ന സമയം പോലെയാണ്. കുറച്ച് ലേറ്റ് ആയ സീറ്റൊക്കെ തീരും. ആരാ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി പറയുന്നത്? എല്ലാവരും തന്നെ. അശ്വനി സാറിന്റെ ക്ലാസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഇതാക്കിയിട്ടാണ് ആ പേസിലാണ് മൂവ് ചെയ്യുക. നടന്നു വന്ന് ക്ലാസ് എടുക്കുന്ന മീൻസ് ഫുൾ ഇമേജ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ അനാറ്റമിക്കൽ പൊസിഷൻ അങ്ങനത്തെ ഒക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു. എല്ലാ ക്ലാസ്സും ഇന്ററാക്റ്റീവ് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ നല്ല ഭയങ്കര കൺസൈസ് ആയിട്ടുള്ള നോട്ട്സും കിട്ടിയതുകൊണ്ട് അവസാനത്തേക്ക് നോട്ട് ഇനി ഇങ്ങനെ ഇതാക്കി എടുക്കുന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. തന്നെ ചെയ്യാന്നുള്ള ഒരു പ്രോസസ്. ക്ലാസ് കഴിയുമ്പോൾ എല്ലാ നോട്ടും സെറ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് കയ്യിലുണ്ടാവുന്നത് അല്ലേ. ഏതെങ്കിലും ക്ലാസ് അസുഖം കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ കാരണമൊക്കെ മിസ് ആയിട്ടുണ്ടായിരുന്നു? ഞാൻ ലാസ്റ്റിലത്തെ ഫിസിയോളജി ക്ലാസ് ലൈക്ക് വേറെ ലൈവായിട്ടാണ് കണ്ടത്, വീഡിയോ വെച്ചാണ് കണ്ടത്, ഫേസ് ടു ഫേസ്. അസുഖം കാരണം മിസ് ആയതാണോ അല്ലെങ്കിൽ? അത് അല്ല, അതാ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് നേരത്തെ അത് മാത്രം നേരത്തെ. പിന്നെ അതിനുശേഷം സാർ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, വന്ന് കണ്ടോ? ഇല്ല, അത് പിന്നെ കണ്ടില്ല. അപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ആലോചിക്കായിരുന്നു, ഈ 2x ഇട്ട് കാണാലോ, ഞാൻ ഇത്രയും സമയം, അങ്ങനെ ഒരു പേടി ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞാനായിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നടക്കുന്ന 5 ദിവസത്തെ ക്ലാസ് ഞാൻ ഒരാഴ്ച അതിലും കൂടുതൽ ദിവസം എടുത്തിട്ടാണ് കണ്ടത്. 5 ഡേയ്സിന്റെ ക്ലാസ്. അപ്പൊ ഒരു ക്ലാസ്, ഒരു വീഡിയോ ക്ലാസ് കണ്ട എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് ആസ് എ പേഴ്സൺ എന്നുള്ള രൂപത്തിൽ. ചിലപ്പോൾ രണ്ടും രൂപമുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ എന്താ ചെയ്യുക, കുറെ ആളുകൾ ഇന്ററാക്ഷൻസ് ഇല്ലാണ്ട് ഐസൊലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്.
അങ്ങനെയുള്ളവർക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. വീഡിയോ ക്ലാസ് തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് അല്ല ഇത് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഓർമ്മ നിൽക്കാനും ഒക്കെ ഫേസ് ടു ഫേസ് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. ഓഡിറ്ററി നമ്മുടെ എന്താ പറയുക വിഷ്വൽ എല്ലാ സാധനങ്ങളോടും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ മാത്രമല്ല നമ്മൾ നിൽക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനെ സീറ്റിലെ കുറെ റാങ്ക് വന്നിരിക്കുന്ന ഫേസ് ടു ഫേസ് ബാച്ചിൽ തന്നെയാണെന്നുള്ളതാണ്. സ്റ്റിൽ എന്ത് സജസ്റ്റ് ചെയ്യും നിങ്ങൾ ഒരു ആസ് എ നിങ്ങളെ പോലത്തെ സ്റ്റുഡന്റ്? ഡെഫിനറ്റ്ലി ഫേസ് ടു ഫേസ് ആണ്. 2 ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ട്, എന്ത് സജസ്റ്റ് ചെയ്യും? ക്ലാസിന്റെ ക്വാളിറ്റി ഒക്കെ രണ്ടിലും ഈക്വൽ ആണ്. ഞാൻ അതങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കും. അപ്പം നമുക്ക് പേഴ്സണലി എന്താണ് ഫിറ്റ് ആവുക എന്നുള്ളത് ആലോചിച്ചിട്ട് ഡിസിപ്ലിൻ കുറച്ച് കുറവാണെന്ന് സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിന് നിൽക്കാണ്ടിരിക്കാന്നാണ്. പക്ക ഡിസിപ്ലിൻഡ് ആണ്, ഫോക്കസ്ഡ് ആയിട്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് എടുക്കാന്നുള്ളത്. കാരണം കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ പ്രിപ്പറേഷൻ ഇപ്പം നെക്സ്റ്റ് ഇയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ, ഇപ്പം നിങ്ങൾ 62nd ബാച്ച് ആയിരിക്കും അല്ലെങ്കിൽ 61st ബാച്ചിൽ തന്നെ കുറച്ച് വർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കാനിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് വരെ ഡൗട്ട് ഉണ്ടായിരുന്ന ആളാണ്. അതായത് ഈ നോട്ടൊക്കെ മതിയോ, നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ക്ലാസ് ആകുമ്പോൾ ഇവർക്ക് വേണേൽ കുറച്ചും കൂടി പറഞ്ഞു തന്നാൽ അതും കൂടി പഠിക്കായിരുന്നല്ലോ എന്നുള്ളൊരു സംശയം തോന്നും. പക്ഷെ കണ്ടന്റ് കുറച്ച് കുറവ്, എസ്പെഷ്യലി പാർട്ടിയിൽ പഠിക്കുന്ന കണ്ടന്റ് കുറവാണല്ലോ, ക്രിസ്പാണല്ലോ. എന്നുവെച്ചാൽ ഒരു സബ്ജക്ട് 2 സബ്ജക്ട് ആകുമ്പോൾ കുറച്ചധികം പറഞ്ഞാൽ അതും കൂടി പഠിക്കുന്നതിൽ അത്ര പ്രശ്നം തോന്നില്ലല്ലോ. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ്. റീസെന്റ് ഫേസ് ടു ഫേസിൽ ഇപ്പം ജോയിൻ ചെയ്ത സ്റ്റുഡന്റ് എന്നോട് കോളേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിലെ കുറെ കണ്ടന്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണുന്നില്ലല്ലോ, അങ്ങനെ ഫീലിംഗ് ഉണ്ടായിരുന്നോ? അതെന്താണ്, എങ്ങനെയാണ് അതിന്റെ? പിന്നെ എനിക്ക് മീറ്റിംഗ് വഴിയൊക്കെ ഇത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്തായാലും. ഇനി മീറ്റിംഗിലൊക്കെ പ്രോപ്പർലി അഡ്രസ് ചെയ്യാറുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഫീലിംഗ്. അപ്പം എൻ്റെ ഒരു പോളിസി പറഞ്ഞാൽ അത്രയും, അതായത് പ്രീവിയസ് ഇയർ അങ്ങനെ റിപ്പീറ്റ് ഒക്കെയാണ് എനിക്ക് തീരെ അറിയില്ല, അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാന്നുള്ളത്. ബാക്കി നോട്ട്സ് തന്നെയാണ് കീപ്പ് ചെയ്തത്. വേറെ എന്തെങ്കിലും കണ്ടന്റിലേക്ക് പോയിട്ടില്ല? വേറെ കണ്ടന്റ് ഒന്നും ചെയ്തിട്ടില്ല. വേറെ കണ്ടന്റിലേക്ക് പോയി ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു, ഡിഫറെന്റ് ടൈം സോഴ്സിനായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. കാരണം എത്തിയിട്ടുണ്ട്, ഐ മീൻ നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, GT നല്ല സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്തിയ ആളോട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന, എത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറെന്റ് സോഴ്സിലേക്ക് മൂവ് ചെയ്യാന്നുള്ളത് എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ജൂനിയേഴ്സ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പൊ അവരോട് പറഞ്ഞ് ഇങ്ങനെ സെൽഫ് ഡൗട്ട് അടിക്കുക അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ഡൗട്ട് അടിക്കേണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ തന്നെ അവർ എയിം ചെയ്യേണ്ട റാങ്കിനെ കുറിച്ച് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇത്രയൊക്കെ നല്ല റാങ്ക് എനിക്ക് എയിം ചെയ്യാൻ പറ്റുമോ? എന്താണ് അവരോട് പറയാനുള്ളത്? അല്ലെങ്കിൽ കുറച്ച് മുന്നുള്ള നിങ്ങളോട് തന്നെ നല്ല റാങ്ക് എയിം ചെയ്തിട്ട്, അതായത് നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കുള്ളൂ. ഭയങ്കര ടോപ്പ് റാങ്ക് തന്നെയാണ് നോക്കുന്നതെങ്കിൽ മാത്രം. മറ്റേത് ഒരു 5K വന്നാൽ മതി എന്ന് വിചാരിച്ചാല് അവിടെ വെച്ചതാവും. നമ്മൾ ആ പോയിന്റിൽ അവിടെ എത്തിയിട്ടില്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ആളോട് പറയാനുള്ളത്, ഇപ്പം UG ടൈമിലൊന്നും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഇന്റേൺഷിപ്പിലും അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റുഡന്റ് നീറ്റ് PG പ്രിപ്പറേഷൻ ഇരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത് അവരോട്? അതായത് UG ടൈമിൽ ഭയങ്കര ഒരുപാട് വിവരമുള്ള, ഐ മീൻ ചിലപ്പോൾ നമുക്കൊരു ഈസ് ഉണ്ടാവുമായിരിക്കും. അതായത് കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള സാധനമാണ്, അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. ഒട്ടുമില്ല. അപ്പോൾ അത്രയൊന്നും വിവരമില്ലാത്ത ഒരാൾ ഒരു 1 ഇയറിന് പ്രിപ്പറേഷൻ ചെയ്ത്, ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രിപ്പറേഷൻ വേണം? ഒരു നീറ്റോ അല്ലെങ്കിൽ NCT കംപ്ലീറ്റ് ടൈം കൂടാത്തതാണ് വളരെ നല്ല കാര്യം, കൂടുന്നത് ഭയങ്കര പ്രശ്നം. ചില ആളുകളൊക്കെ ചോദിക്കും ഒരു 6 months 8 months ഒക്കെ ഉള്ളൂ, ഇത് മതിയോ, ഇതുകൊണ്ട് തീരോ എന്ന് ചോദിക്കുന്നത്, എന്താ അഭിപ്രായം പറയാനുള്ളത്? 6 months ഡെഫിനറ്റ്ലി മതി. അതിന് കൂടുതൽ എന്താ കഴിഞ്ഞാൽ നമ്മൾ മടുപ്പ് വരും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലേക്ക് വരുന്നു. എത്രയായാലും കുറച്ച് ഫാക്ട് ബേസ്ഡ് ആണ്. അപ്പം വോളറ്റൈലാണ്, നമ്മൾ ഒരു ഭാഗത്തുനിന്ന് പഠിക്കുന്നത് മറ്റേ ഭാഗത്തുനിന്ന് പോകുന്ന പോലെ തോന്നും. അപ്പം നമ്മൾ ആ ഒരു പ്രിപ്പറേഷന് പീക്ക് എത്തുന്നത് പെട്ടെന്നെത്തി അത് തീരുന്നതാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ തന്നെ ഫീൽ ചെയ്ത കാര്യമാണ് നമ്മൾ ഫേസ് ടു ഫേസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഠനം കുറച്ച് ഡിപ്പായിരുന്നു അല്ലേ? കാരണം പഠിച്ചുകൊണ്ട് ആ പേസിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഡെയിലി ബേസിൽ ഹൈയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് ഡിപ്പിലേക്ക് പോകുന്നതാണ്. സോ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക, ക്രിസ്പായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക, സെൽഫ് ഡൗട്ട് അടിക്കാണ്ടിരിക്കുക. തുടക്കം മുതൽ തന്നെ ക്ലാസ് കാണുമ്പോൾ തന്നെ മീൻസ് എനിക്ക് ഇതേ പറ്റുള്ളൂ എന്നൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും കീപ്പ് ചെയ്യാണ്ട് നല്ല ഹൈ സ്കോർ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാനുണ്ട്, നിങ്ങളെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടോ? എനിക്ക് ഏറ്റവും നിയാസ്ക പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഏറ്റവും എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ വെച്ചാൽ റിവിഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തീർത്ത് മൾട്ടിപ്പിൾ റൗണ്ട്സ് പോവാന്നുള്ളതായിരുന്നു.
അതായിരുന്നു എനിക്ക് പറ്റുന്ന ഒരു കാര്യം. അതായത് ഞാൻ കുറെ നേരം ഇരുന്നാലും എനിക്ക് ഇത്രയൊക്കെ ഓർമ്മയിൽ നിന്ന് കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. മൾട്ടിപ്പിൾ റിവിഷൻസിലേക്കും ക്വിക്കായിട്ട് വായിക്കാൻ. അതിൽ വരെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇത് ഇങ്ങനെ ചെയ്തിട്ട് കിട്ടോ ഇല്ലയോ. നമ്മളെപ്പോഴും ക്വിക്കായിട്ട് വായിക്കുമ്പോൾ മെമ്മറിയിൽ നിൽക്കില്ല. കുട്ടികൾ എപ്പോഴും പറയുന്ന എത്ര ക്വിക്കായിട്ട് വായിക്കണോ, ഫസ്റ്റ് റീഡിങ് കുറേ തറവിൽ ഇങ്ങനെ കൊണ്ടുപോയി പിന്നെ ചെയ്താൽ പോരെ. പക്ഷെ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് എപ്പോഴും പറയും ഇങ്ങനെ എല്ലാം ക്വിക്കായിട്ട് തന്നെ കൊണ്ടുപോകണം. എന്താ തോന്നിയിരുന്നത്? ഫസ്റ്റ് അതൊരു പ്രശ്നമായി തോന്നിയിരുന്നോ? എനിക്ക് ഫസ്റ്റ് അല്ലായിരുന്നു പ്രശ്നം. ഫസ്റ്റ് എന്താ വെച്ചാൽ ഫേസ് ടു ഫേസ് ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് വായിക്കുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് ആ സമയങ്ങളിൽ അപ്പോൾ നമുക്ക് ഒരു സബ്ജക്ട് ആ ഗ്യാപ്പിൽ തന്നെ ആ സബ്ജക്റ്റും തീർക്കാം, അതിൻ്റെ മുന്നത്തതും തീർക്കാം. ആ സമയത്ത് കുറച്ചും കൂടി അത് കഴിഞ്ഞ് പ്രോപ്പർ റിവിഷൻ എന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഡിലേ വന്നത്. എന്നാൽ പോലും ഫാസ്റ്റായിട്ട് തീർത്ത് അടുത്തേക്ക് പോവാന്നുള്ളൊരു ഇതായിരുന്നു. സ്റ്റക്കാവുന്ന സ്ഥലങ്ങൾ ഞാൻ അവിടെ വിട്ട് അടുത്ത ദിവസം ചെയ്ത് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു സാധനം മുഴുവനായിട്ട് നഷ്ടപ്പെട്ട പോലെ തോന്നൂല. നമ്മളെ കയ്യിലെല്ലാം കുറച്ചായിട്ട് ഉണ്ടാവും. മാത്രമല്ല എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ പറയുക ഇന്ന ഏരിയ മെമ്മറി എടുത്ത് എഴുതാന്നല്ല, നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെയ്യുന്നത് പോലെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സും കുറച്ചുകൂടി കുറവായിരിക്കും. INICTക്ക് സ്പെഷ്യലി അങ്ങനെ തോന്നി. ഒരു സ്ഥലത്ത് നിന്ന് റീകോൾ ചെയ്ത് ഇതാണോ ഉള്ളതിനേക്കാളും ഇതിലിപ്പോ ഏതായിരിക്കും കറക്റ്റ് എന്ന് നമ്മൾ ആലോചിച്ച ഒരു ആൻസർ എഴുതുന്ന പോലെ അതന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അതിന് മുന്നുള്ള ക്വിക്ക് റീഡിങ്ങും മൾട്ടിപ്പിൾ റീഡിങ്സും ഒക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ അടുത്ത INICT വേണ്ട, ഇപ്പോൾ ഏകദേശം ഈക്വൽ ആണല്ലോ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണോ നീറ്റ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ നീറ്റ് എഴുതാൻ പോവുകയാണ്. ഇനി പ്രോപ്പർലി ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ സ്പെസിഫിക്കലി നിങ്ങളെ ഫ്രണ്ടിനോട് എന്ത് പറഞ്ഞോളൂ? അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ക്ലാസ്, ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ ലൈവ് അവരുടെ ഇഷ്ടം പോലെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തെല്ലാം ക്രിസ്പായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും? ക്ലാസ്സിന്റെ കൂടെ തന്നെ പഠിക്കാം. അത് ആ പ്രോസസ്സ് ഒരിക്കലും വിടരുത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാന്ന് പറയുമ്പോൾ എഫേർട്ട് ഭയങ്കര ഒരുപാട് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മളെ സംഭവം പോലെ ആക്കി ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോയിക്കോളുക എന്നുള്ളത്. അതിനെ ഫുൾ കംപ്ലീറ്റ് ആക്കുന്നില്ല, ക്വിക്കായിട്ട് അതിന്റെ കൂടെ തന്നെ വായിച്ച് കൊണ്ടുപോകാം. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ടിംഗ് തൊട്ടേ തന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യണം, എക്സാം എഴുതണം, ടെസ്റ്റുകൾ തുടക്കം മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, ഒരു പ്രാക്ടീസിന് വേണ്ടി കൂടുതൽ നമ്മൾ സ്കോറിനോ അല്ലെങ്കിൽ പഠിക്കാനും വേണ്ടിയുള്ളതിനേക്കാളും കൂടുതലായിട്ട് 3 മണിക്കൂറിന്റെ ഒരു എക്സാം തുടക്കം മുതലേ ശീലിക്കാൻ വേണ്ടി ചെയ്യാം. അപ്പൊ 3 കാര്യം. പിന്നെന്ത് പറയും? പിന്നെ ലൈക്ക് ബാഡ് ഡേയ്സ് എന്തായാലും ഉണ്ടാവും. എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനത്തെ എല്ലാവർക്കും ഉണ്ടാവുന്ന അത് വെച്ച് നമ്മൾ കൂടുതൽ ഇതാക്കാണ്ടിരിക്കുക. അതിന് കൂടുതൽ നമ്മളോട് തന്നെ ഒരു ദേഷ്യമൊക്കെ തോന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള അങ്ങനെ ഒരു ഗിൽറ്റിന്റെ ഇതിലേക്കൊന്നും പെട്ടുപോകാണ്ട് കുഴപ്പമില്ല, ഇത്രയായി ഇനി അടുത്തത് എന്ന് ആലോചിച്ച് ഭയങ്കരമായി ഡൗൺ വരും. എത്ര ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. ആദ്യം ഈ പോസ്റ്റ്പോൺമെന്റിന് മുന്നേ, അതായത് നവംബർ INICT കഴിഞ്ഞ് കുറച്ചു നേരം താഴോട്ട് പോയി ഇങ്ങനെ വന്ന് ഞാൻ ഒന്ന് ശരിയായി വന്നത് ജനുവരി ഫസ്റ്റ് വീക്ക് ആയിരുന്നു ഇവിടുത്തെ GCLT ആ ഒരു ഫേസിലേക്ക്. പിന്നെ മാറ്റി എന്ന് പറഞ്ഞപ്പോ പിന്നെയും കയ്യിൽ നിന്ന് പോയ മാതിരിയായി കുറച്ചു കാലം. പിന്നെ പിടിച്ച് ഇത് റിപ്പീറ്റ് ചെയ്യാം, നമ്മൾ തിരിച്ചു പോവും, തിരിച്ചു വരാം, ഇതന്നെ നിങ്ങൾ വെരി ക്ലോസ് ഫ്രണ്ട് ആണ്, പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് പ്രിപ്പറേഷൻ വരാൻ വേണ്ടി. ഇനി എന്ത് പറയും? എപ്പോഴും വിശ്വസിക്കുക. ചിലപ്പോൾ സ്വന്തം ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് അവര് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. പിന്നെ നല്ല റാങ്കിൽ എത്തും തന്നെ പ്രതീക്ഷിച്ചു. ഇപ്പോഴും നല്ല റാങ്ക് ഹോപ്പ് ചെയ്തുകൊണ്ട് പോവുക. ഇപ്പം ഈ 5 അഡ്വൈസസ് ആണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞത് മാത്രമല്ല, അപ്പം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഈ പ്രിപ്പറേഷൻ്റെ പാത്വേയിലൂടെ പോയ എല്ലാ ആളുകളും ഡിസ്കസ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡൗൺസ് ഉണ്ടാവും, ഇങ്ങനെ റിവൈസ് ചെയ്യണം, ഇങ്ങനെ നോക്കണ്ടേ, തുടക്കം മുതൽ എക്സാംസ് എഴുതണം. ഈ പ്രിപ്പറേഷൻ കടന്ന ആളുകളൊക്കെ പറയുന്ന കോമൺ ആയിട്ടുള്ള തിങ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സോ ഫൈനലി നിങ്ങൾക്ക് ഈ നല്ല റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത അച്ഛന്, അമ്മ, സിസ്റ്റർ, എന്താണ് അവരോട് ഫൈനലി പറയാനുള്ളത്? ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. ഞാൻ വിചാരിച്ചതിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ കുഴപ്പമില്ല, പഠിക്കുക, ക്ലാസ് അങ്ങനെ അത്രയായി എന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് എനർജി കുറച്ച് കൂടുതലായിരുന്നു തുടങ്ങിയ സമയത്ത്. പക്ഷെ പിന്നെ അങ്ങോട്ട് ഞാനിങ്ങനെ ഇമോഷണലി തന്നെ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും. അങ്ങനത്തെ ഒക്കെ ഫേസസ് വന്നിട്ടുണ്ട്.
പക്ഷെ കുഴപ്പമില്ല എന്നുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും കുറേ ആൾക്കാർ കാരണമാണ്. അത് പ്രശ്നം ശരിയാവും എന്നുള്ളൊരു ആ ഒരു വിശ്വാസം ഇല്ലേ മുന്നോട്ടുള്ള ഒരു സ്ട്രോങ് ബാക്ക് എന്നുള്ള മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ ഫാമിലിനോട് സ്പെഷ്യൽ ആയിട്ട് താങ്ക് പറയാനുണ്ട്. നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിനോട് എന്താണ് പറയാനുള്ളത്? പാട്ടിയ കാലിക്കറ്റ് നമ്മുടെ ഫാക്കൽറ്റീസ് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്, എക്സാംസ് പോയിട്ടുണ്ട്, എന്നാലും ഒരു സിസ്റ്റം നമ്മളിവിടെ കീപ്പ് ചെയ്യാറ്. ഡെഫിനറ്റ്ലി നമ്മളൊരു ഭയങ്കര ബിലോങ് ചെയ്യുന്ന ഒരു ഫീലിംഗ്. നമ്മൾ ഒറ്റയ്ക്ക് എവിടെയോ, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് പഠിച്ചതാണ്. അപ്പം എല്ലാവരും പഠിക്കുന്നത് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും മീറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് നമ്മളൊരു സ്ഥലത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ പ്രോസസ്സ് കറക്റ്റ് ആണോ അല്ലയോ. അത് മാത്രമല്ല ഞാൻ മാത്രമല്ല ഈ ട്രാപ്പിലുള്ളത്, ഇതേപോലെ എല്ലാവരും ഈ ട്രാപ്പിലാണ് എന്നുള്ള ഐഡിയ ഒക്കെ മീറ്റിംഗിൽ നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. കാരണം മീറ്റിംഗിൽ കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഞാൻ മാത്രമല്ല. ഇനിയോ നിങ്ങൾക്ക് ഐഎൻസിറ്റിയിൽ അടിപൊളിയായിട്ടുള്ള റാങ്ക് വാങ്ങിച്ച് കിട്ടി. അപ്പോൾ നീറ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. ഇനി അതിന് 20-25 ഡേയ്സ് നമ്മളെ മുന്നിലുണ്ട്. എന്ത് പറയുന്നു? സ്ട്രോങ്ലി പ്രിപ്പയർ ചെയ്യാനാണോ? ഞാൻ പ്ലാനൊക്കെ, അതായത് എൻസെറ്റ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം തൊട്ട് പ്ലാനൊക്കെ ഇട്ട് ഇതാക്കിയതാണ്. പക്ഷെ തിരിച്ചങ്ങോട്ട് പ്രോപ്പർ ഫ്ലോയിൽ എത്തിയില്ലായിരുന്നു. ഞാൻ റിസൾട്ട് എഫക്ട് ചെയ്യരുതേ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു മുന്നോട്ടുള്ള ഇതിന്. ഇനിയിപ്പോ നല്ല റാങ്ക് കിട്ടിയത് കാരണം അത് എഫക്ട് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡൗട്ട് ഉള്ളത്. എനിഹൗ 1-2 ദിവസം സെലിബ്രേഷൻസ് ഒക്കെ മൈ പേഴ്സണൽ അഡ്വൈസ് 1-2 ദിവസം സെലിബ്രേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താവണം, അടിപൊളിയായിട്ട് ഇരിക്കണം. കാരണം ചിലപ്പം ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ കാലാവസ്ഥ ഫുഡൊന്നും പറ്റിയിട്ടില്ലാണ്ടെങ്കിൽ ഇവിടെ തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻസ് എപ്പോഴും കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് 25 ഡേയ്സ് പഠിച്ചേക്കുക. അതിൻ്റെ ഒരു എഫക്റ്റ് നീറ്റിൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അവിടെ അതേപോലത്തെ ചേഞ്ചസ് ഉണ്ടാക്കുക. ഈവൺ എക്സാമിന് തൊട്ട് മുന്നേ ഫാമിലിയിലൊരു ഡെത്തൊക്കെ ഉണ്ടായി, ഒരു ചെറിയൊരു എന്താ പറയുക പഠനം ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയി നിൽക്കുന്ന സമയത്താണ് എഴുതിയത്. അപ്പോൾ ഇനിയും നീറ്റ് എഴുതുമ്പോഴും ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ ഇതേപോലത്തെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ, നീറ്റ് കഴിഞ്ഞിട്ടും എടുക്കാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഇനിയാവും താങ്ക് യു. അടിപൊളിയായി റാങ്ക് വാങ്ങിച്ച് നമ്മുടെ കാലിക്കറ്റ് പാർട്ടിക്ക് ഭയങ്കര പ്രൗഡായതിന് താങ്ക് യു.